വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ. ഈശോയ്ക്ക് വഴിയൊരുക്കുക എന്നതായിരുന്നു സ്നാപകൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈശോയിലേക്ക് മറ്റുള്ളവർക്ക് വഴിയൊരുക്കുക എന്നതും അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യവും. സ്വന്തം ജീവിതത്തിലേക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും ഈശോയ്ക്ക് വഴിയൊരുക്കുക. ഇത് എത്രമാത്രം അനുദിന ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ട്? ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കുന്നവരാകാതെ വഴി മുടക്കുന്നവരായി നമ്മൾ മാറുന്നുണ്ടോ? സ്വന്തം ജീവിതത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുക, വഴികളിലെ തടസ്സമെല്ലാം മാറ്റിക്കൊണ്ട് അതുപോലെ മറ്റുള്ളവരുടെ ഈശോയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് പരിശ്രമിക്കാം. എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു, കുനിഞ്ഞവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇതായിരുന്നു സ്നാപകൻ്റെ വാക്കുകൾ. മറ്റുള്ളവരെ നമ്മളെക്കാളും വലിയവരായി കാണാനുള്ള പാഠവും സ്നാപകനെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠവും നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മെ ജീവിക്കേണ്ട കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.